നമ്മൾ 10ാം ക്ലാസ്സിലെ IT പാഠപുസ്തകം ഇപ്പോൾ മാറിയിരിക്കുകയാണ്. പുതിയ പുസ്തകം ആണ് വന്നിട്ടുള്ളത്. IT പാഠപുസ്തകത്തിനകത്തുള്ള എല്ലാ പഠന പ്രവർത്തനങ്ങളും വീഡിയോ രൂപത്തിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് IT പാഠപുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന ഓരോ പഠന പ്രവർത്തനങ്ങളും കമ്പ്യൂട്ടറിൽ എങ്ങനെ ചെയ്യാമെന്ന് ഒരു ഡെമോ വീഡിയോ തയ്യാറാക്കി പബ്ലിഷ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കാണ് ഇപ്പോൾ ചെയ്യുന്നത്. 10ാം ക്ലാസ്സിലെ ICT പാഠപുസ്തകത്തിലെ ആദ്യത്തെ അധ്യായമായിട്ടുള്ള ഡിസൈൻ ഫാക്ടറി എന്ന അധ്യായത്തിലെ പഠന പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് ഗ്രാഫിക് ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആദ്യത്തെ ഒരു പാർട്ട് നമ്മൾ നോക്കുന്നത് ഇങ്ക്സ്കേപ്പ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്. ഇങ്ക്സ്കേപ്പ് എന്ന് പറയുന്നത് പോസ്റ്ററുകൾ, ബ്രോഷറുകൾ, ബാനറുകൾ, ലോഗോ ഡിസൈനിങ് അങ്ങനെയുള്ള വെക്റ്റർ ഗ്രാഫിക്സുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ഒരു ഗ്രാഫിക് ഡിസൈനിങ് സോഫ്റ്റ്വെയർ ആണ് ഇങ്ക്സ്കേപ്പ് എന്ന് പറയുന്നത്. ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് ഇങ്ക്സ്കേപ്പ് എന്ന സോഫ്റ്റ്വെയർ പരിചയപ്പെടാം. ഇങ്ക്സ്കേപ്പിനകത്തുള്ള കുറച്ച് ടൂളുകളും അത് വെച്ചിട്ട് ഒരു ചെറിയൊരു പോസ്റ്റർ തയ്യാറാക്കുന്നത് എങ്ങനെയെന്നാണ് കാണിക്കുന്നത്. പാഠപുസ്തകത്തിനകത്ത് ഒരു പോസ്റ്റർ തയ്യാറാക്കാനുള്ള പഠന പ്രവർത്തനം പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഹിരോഷിമ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പോസ്റ്റർ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്കത് എളുപ്പത്തിൽ ഇങ്ങനെ കമ്പ്യൂട്ടറിൽ ചെയ്യാമെന്നുള്ള ഡെമോ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ 10ാം ക്ലാസ്സിലെ വീഡിയോ മാത്രമല്ല 8, 9 മുതലായ എല്ലാ ക്ലാസ്സുകളിലെയും പഠന പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്, കാണാൻ ആൾക്കാരുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ബാക്കി വീഡിയോകൾ ചെയ്യുന്നത്. എന്തായാലും 10ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്റർ നമ്മളിവിടെ ആരംഭിക്കുകയാണ്. തുടർന്നും ഉള്ള ദിവസങ്ങളിൽ മറ്റ് ചാപ്റ്ററുകൾ കൂടി നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. ഇതിപ്പോൾ ഫസ്റ്റ് പാർട്ട്. ഇത് എനിക്ക് തോന്നുന്നു 3-4 പാർട്ടുകളായിട്ട് ഈ ഒരു ചാപ്റ്റർ തീർക്കാമെന്നാണ് കരുതുന്നത്. ഇത് ആദ്യത്തെ ഭാഗമാണ്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ദയവ് ഇത് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉപകാരപ്രദമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ കണ്ടാൽ മാത്രമേ നമുക്ക് വീണ്ടും പുതിയ വീഡിയോകൾ ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനം ലഭിക്കുകയുള്ളൂ. താങ്ക് യു. ഇതാണ് ഇങ്ക്സ്കേപ്പ് എന്ന സോഫ്റ്റ്വെയറിൻ്റെ പ്രധാന വിൻഡോ. ഇതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പരിചയപ്പെടാം. ഇതിൽ ഇടതുവശത്തെ സൈഡിൽ കാണുന്നതിന് ടൂൾ ബാർ എന്ന് പറയും. നമുക്ക് വർക്ക് ചെയ്യുവാനുള്ള ടൂളുകൾ എല്ലാം ഈ ഒരു ഭാഗത്താണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. മുകളിൽ കാണുന്നത് ഈ ടൂൾ ബാറിൻ്റെ കൺട്രോൾ ബാറുകളാണ്. അതായത് ഓരോ ടൂളും സെലക്ട് ചെയ്യുമ്പോൾ ആ ടൂളുമായി ബന്ധപ്പെട്ട അനുബന്ധ ഓപ്ഷനുകളായിരിക്കും മുകളിൽ കാണിക്കുക. താഴെ കാണുന്ന ഈ വർണ്ണങ്ങൾ നിറഞ്ഞ ഭാഗം ഇതിൻ്റെ കളർ പെല്ലറ്റ് എന്നറിയപ്പെടും. ഇവിടെ നിന്നാണ് നമ്മൾ ആവശ്യമായ കളറുകൾ സെലക്ട് ചെയ്യുന്നത്. മധ്യഭാഗത്ത് കാണുന്ന ഈ ഒരു സ്ക്വയർ ഭാഗമാണ് വർക്ക് ഏരിയ അല്ലെങ്കിൽ വർക്ക് സ്പേസ് എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മൾ നമ്മുടെ വർക്കുകൾ ചെയ്യുന്ന സ്ഥലം. അതുപോലെ മുകളിൽ കാണുന്ന ഫയൽ എഡിറ്റ് വ്യൂ എന്ന ഭാഗം മെനു ബാർ എന്നറിയപ്പെടുന്നു. അപ്പോൾ ഇത്രയുമാണ് ഇങ്ക്സ്കേപ്പ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൻ്റെ പ്രധാന വിൻഡോ. നമുക്ക് ഇങ്ക്സ്കേപ്പിനകത്തൊരു വർക്ക് ചെയ്യുന്നതിന് മുന്നോടിയായി ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ വർക്ക് സ്പേസിനെ നമ്മുടെ വർക്കിന് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഞാൻ തുടക്കത്തിലൊരു പോസ്റ്റർ കാണിച്ചു തന്നു. ആ ഒരു ഹിരോഷിമയുമായി ബന്ധപ്പെട്ട പോസ്റ്ററാണ് നമ്മൾ നിർമ്മിക്കുന്നത്. ആ പോസ്റ്ററിന് നമ്മുടെ പാഠപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു നീളവും വീതിയും സെറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ വീതി 300-ഉം അതിൻ്റെ ഉയരം 350-ഉം ആ രീതിക്കാണ് നമ്മൾ ചെയ്യുന്നത്. ഫയലിലേക്ക് വരിക. അവിടെ ഡോക്യുമെൻറ്റ് പ്രോപ്പർട്ടീസ് എന്നുള്ളത് എടുക്കുക. അവിടെ വന്നിട്ട് ഇവിടെ A4 എന്നായിരിക്കും കിടക്കുക. അത് മാറ്റിയിട്ട് അതിൻ്റെ കസ്റ്റം എന്ന് സെലക്ട് ചെയ്യുക. അവിടെ വിഡ്ത്തും ഹൈറ്റും സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ വിഡ്ത്ത് നമ്മൾ 300 മില്ലിമീറ്റർ സെലക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഹൈറ്റ് എന്ന് പറയുന്നത് 350 കൊടുക്കുന്നു. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കീബോർഡിൽ എൻ്റർ കീ പ്രസ് ചെയ്താൽ മതി. ഇവിടെ ഓറിയൻറ്റേഷൻ എന്നത് പോർട്രേറ്റും ലാൻഡ്സ്കേപ്പും ഉണ്ട്. അത് ഏതാണെന്നാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. പോർട്രേറ്റ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ നീളത്തിനുള്ള പേപ്പറും, ലാൻഡ്സ്കേപ്പ് എന്നത് ഇങ്ങനെ കുറുകെയുള്ള ഷീറ്റും. ഓക്കെ, എന്നിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. ഇപ്പോൾ ഒരു നോക്കുക, നമ്മുടെ ആ ഒരു വിൻഡോ നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീനിൻ്റെ പുറത്തേക്ക് പോയിരിക്കുകയാണ്. നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ അത് കുറച്ചൊന്ന് ചെറുതാക്കാൻ വേണ്ടി കീബോർഡിലെ മൈനസ് ബട്ടൺ എന്ന് പ്രസ് ചെയ്താൽ മതി. നമുക്ക് ചെറുതാക്കാം. വലുതാക്കാൻ വേണ്ടി കീബോർഡിലെ പ്ലസ് ബട്ടൺ. നമ്മുടെ വർക്കിൻ്റെ ആവശ്യാനുസരണം അത് ചെറുതാക്കാവുന്നതാണ്. സൈഡിൽ കാണുന്ന ഈ ഒരു ബാർ ഉപയോഗിച്ചിട്ട് നമുക്കിതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതൊക്കെ നമ്മുടെ വർക്കിൻ്റെ സൗകര്യാർത്ഥം ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഓരോ ടൂള് പരിചയപ്പെടാം. നമ്മൾ ഫസ്റ്റ് ഇതിനകത്ത് പരിചയപ്പെടുന്ന ടൂൾ റെക്റ്റാങ്കിൾ ടൂളാണ്. നമുക്ക് ഒരു ചതുരം വരയ്ക്കേണ്ടതുണ്ട്. ഇവിടെ കീബോർഡിൽ R എന്ന കീ പ്രസ് ചെയ്താലോ അല്ലെങ്കിൽ മൗസ് ഉപയോഗിച്ചിട്ട് ഈ റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്താലോ ടൂൾ എടുക്കാവുന്നതാണ്. ഞാൻ ഈ ടൂൾ സെലക്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഒന്ന് ഡ്രാഗ് ചെയ്ത് വരയ്ക്കുകയാണ്. അതെ, ഒരു ചതുരം വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് റെക്റ്റാങ്കിൾ വരയ്ക്കാവുന്നതാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ പരിചയപ്പെടുന്ന ടൂൾ സെലക്ഷൻ ടൂളാണ്. കീബോർഡിൽ S എന്ന ബട്ടൺ പ്രസ് ചെയ്താലും നമുക്ക് ടൂൾ എടുക്കാം. സെലക്ഷൻ ടൂൾ എടുക്കുന്നു. ഇപ്പോൾ നമ്മൾ വരച്ച ചതുരത്തിന് ചുറ്റും ഇത്തരത്തിൽ കുറേ ആരോ മാർക്കുകൾ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഏതെങ്കിലും ഒരു ആരോ മാർക്കിൽ ഒന്ന് പ്രസ് ചെയ്തൊന്ന് വലിച്ചു നോക്കിയേ. കണ്ടോ, ആ ഒരു ഭാഗത്തെ നീളവും വീതിയും ഇത്തരത്തിൽ നമുക്ക് കൂട്ടാൻ സാധിക്കും. താഴേക്ക് വലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഉയരം കൂട്ടാം.
പിന്നെ ഈ സൈഡിലെ ആരോ മാർക്കാണെങ്കിൽ ഇങ്ങനെ ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ ആ ഒരു കോർണറിൽ നിന്നുള്ള വലിപ്പം കൂട്ടാൻ സാധിക്കും. ഇനി നമുക്ക് ചതുരത്തിൻ്റെ അകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയേ. ഇപ്പോൾ അത് മറ്റൊരു രീതിയിലേക്ക് ആരോ മാർക്കുകൾ വന്നിട്ട് കർവ് രൂപത്തിൽ വന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് പിടിച്ച് സൈഡിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഒക്കെ ഇത് റൊട്ടേറ്റ് ചെയ്യിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ മുകളിൽ കാണുന്ന ഭാഗത്ത് വലിച്ചിട്ട് സൈഡിലേക്ക് ആയിക്കഴിഞ്ഞാൽ ഇതൊരു സാമാന്തരികമായിട്ട് മാറ്റാനുള്ള ഓപ്ഷനുണ്ട്. ഓക്കെ, മറ്റൊരു കാര്യം എന്നത് നിങ്ങൾ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ടാണ് ഈ ആരോ മാർക്കിൽ ഇങ്ങനെ വലിക്കുന്നതെന്നുണ്ടെങ്കിൽ നോക്കുക, ഉണ്ടോ, മൊത്തത്തിൽ എല്ലാ ഭാഗത്തു നിന്നും പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ഇത് വലിപ്പം കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. ഇനി നമുക്ക് ഇതിനകത്ത് പരിചയപ്പെടേണ്ട മറ്റൊരു സംഗതിയാണ് ഇവിടെ താഴത്തെ കളർ പാലറ്റിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട കളറുകൾ ചൂസ് ചെയ്യാവുന്നത്. ഞാൻ തൽക്കാലം ഈ ഒരു ചിത്രത്തിന് ഒരു യെല്ലോ കളർ ഇവിടെ സെലക്ട് ചെയ്തു. അപ്പോൾ കളർ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി മറ്റൊരു പ്രത്യേകത നോക്കാം, ഞാൻ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ടാണ് കളർ സെലക്ട് ചെയ്യുന്നതെങ്കിലോ കണ്ടോ ഇത്തരത്തിൽ ബോർഡർ ഒരു സ്ട്രോക്ക് വന്നിട്ടുണ്ട് ആ ഒരു ചതുരത്തിന്. ഇപ്പോൾ ഈ സ്ട്രോക്ക് കുറച്ച് വീതി കൂടിയാണിരിക്കുന്നത്. അതിൻ്റെ വീതിയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ ഒബ്ജക്റ്റിനകത്തേക്ക് വരിക, അവിടെ വന്നിട്ട് ഫിൽ ആൻഡ് സ്ട്രോക്ക് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് സൈഡിലായിട്ട് ഫിൽ ആൻഡ് സ്ട്രോക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇവിടെ സ്ട്രോക്ക് സ്റ്റൈൽ എന്നുള്ള എടുക്കുക. ഇവിടെ വന്നിട്ട് ഇതിൻ്റെ വിഡ്ത്ത് നമുക്ക് കുറയ്ക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 5 എന്ന് കൊടുത്തിട്ട് എൻ്റർ കൊടുക്കുകയാണ്. അപ്പോൾ അതെ അതിൻ്റെ വിഡ്ത്ത് ഇത്തരത്തിൽ കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഈ ഒരു സ്ട്രോക്കിന് വേണ്ടാന്ന് വെക്കണമെങ്കിൽ നേരെ ഷിഫ്റ്റ് പിടിച്ചുകൊണ്ട് ഈ ഒരു ഇൻറ്റു മാർക്ക് കൊടുത്താൽ മതി, സ്ട്രോക്ക് പോയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിത് നമ്മുടെ വർക്ക് സ്പേസിൻ്റെ അനുസരിച്ചിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നുകിൽ ആരോ മാർക്ക് ഇങ്ങനെ വലിച്ച് കൊണ്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യിക്കും. പക്ഷേ അത് കൃത്യമായ അളവിൽ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിന് എളുപ്പവഴി എന്ന് പറയുന്നത് ഇവിടെ മുകളിലെ വിഡ്ത്തും ഹൈറ്റും നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. വിഡ്ത്ത് എന്ന് പറയുന്നത് 300, അതുപോലെ ഹൈറ്റ് എന്ന് പറയുന്നത് 350 മില്ലിമീറ്റർ. ഓക്കെ, ഇത് എൻ്റർ കീ പ്രസ് ചെയ്യുക. ഇങ്ങനെ കൊടുക്കുന്ന സമയത്തും നോക്കിയാൽ നമ്മുടെ ക്യാൻവാസിന് പുറത്തേക്കൊക്കെ തള്ളി നിൽക്കുകയാണ്. നമുക്കിത് ഒന്നുകിൽ മൗസ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്ന് വയ്ക്കാം. പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടി എളുപ്പമെന്ന് പറയുന്നത് ഇവിടെ മുകളിൽ കാണുന്ന എക്സ് എന്ന ഭാഗത്ത് 0 കൊടുക്കുക, വൈ എന്ന ഭാഗത്തും 0 കൊടുക്കുക. ഓക്കെ, രണ്ട് ഭാഗത്ത് 0 കൊടുത്ത് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായി ആ ഒരു ക്യാൻവാസിലേക്ക് നമ്മുടെ ആ ഒരു സ്ക്വയർ ഫിറ്റായിട്ട് ഇരിപ്പുണ്ട്. ഓക്കെ, നമുക്ക് കളർ ഇവിടെ ചൂസ് ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ. ഇത്തരത്തിൽ തൽക്കാലം ഈ ഒരു കളർ നമുക്കിവിടെ ചൂസ് ചെയ്യാം. ഈ ഒരു കളറിലാണ് ഞാൻ ആ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഇവിടെ ഇഷ്ടപ്പെട്ട കളറല്ല, നിങ്ങൾക്ക് ആ ഒരു ചിത്രത്തിൽ നൽകിയിരിക്കുന്ന കളറ്, പാഠപുസ്തകത്തിൽ നൽകിയിരിക്കുന്ന കളർ ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാൻ ഈ ഒരു കളർ തൽക്കാലം ഇവിടെ സെലക്ട് ചെയ്യുന്നു. ഇനി നമ്മൾ പരിചയപ്പെടുന്ന മറ്റൊരു ടൂളാണ് ടെക്സ്റ്റ് ടൂള്. അതായത് ഈ കണ്ണ് എ എന്ന് പറഞ്ഞിരിക്കുന്ന സിമ്പിൾ കീബോർഡിൽ ടി പ്രസ് ചെയ്താൽ ടെക്സ്റ്റ് ടൂൾ കൊടുക്കാം. ടെക്സ്റ്റ് ടൂൾ എടുക്കുന്നു. എന്നിട്ട് നമുക്കിവിടെ ഒന്നുകിൽ ഇതിനകത്ത് വെച്ചിട്ട് ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ പുറത്ത് വെച്ചിട്ട് ടൈപ്പ് ചെയ്യാം. എവിടെ വെച്ച് തുടങ്ങി ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഇത് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഞാനിവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്യണം. നമ്മൾ എന്ത് ടൈപ്പ് ചെയ്യുന്നു അതിവിടെ വരും. ഞാനിവിടെ സേ നോ എന്ന് ടൈപ്പ് ചെയ്യണം. പക്ഷേ ഇവിടെ ഒന്നും കാണുന്നില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ കളറ് ഈ സെയിം കളർ തന്നെ കിടക്കുന്നത് കൊണ്ടാണ് ഞാൻ മറ്റൊരു കളർ ഇവിടെ ചൂസ് ചെയ്യുന്നു. ഇവിടുത്തെ സേ നോ എന്ന് ടൈപ്പ് ചെയ്തു. ഇനി നമുക്കതിൻ്റെ സൈസ് ഒന്ന് കൂട്ടണം. അതിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന ബോൾഡ് ആക്കണമെങ്കിൽ ബോൾഡ്, ഇറ്റാലിക്സ്, അതുപോലെ തന്നെ ഇവിടുത്തെ സൈസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇത്തരത്തിൽ ഇങ്ങനെ ഇൻക്രീസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഫോണ്ട്, ഇഷ്ടപ്പെട്ട ഫോണ്ട് ഫാമിലി നമുക്ക് ഇവിടെ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ തൽക്കാലം ഈ ഒരു ഫോണ്ട് ഇവിടെ നിന്ന് സെലക്ട് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഈ കാണുന്ന ആരോ മാർക്ക് ഉപയോഗിച്ചിട്ട് ഇതിനെ ഇങ്ങനെ മൂവ് ചെയ്യിക്കാം. നമുക്കിതിൻ്റെ സൈസ് ഒന്ന് കുറച്ചുകൂടി ഒന്ന് വലുതാക്കണമെങ്കിൽ ഷിഫ്റ്റ് പിടിച്ചുകൊണ്ട് ഇങ്ങനെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇത് വലുതാക്കാം. ഞാൻ ഇതിങ്ങനെ വലുതാക്കി ഇത് ഇവിടേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് മൂവ് ചെയ്ത് വെക്കുകയാണ്. സേ നോ എന്ന് ടൈപ്പ് ചെയ്തു. പിന്നെ രണ്ടാമത് ആ ഒരു പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന നോക്കുക, അവിടെ രണ്ടാമത് ഇവിടെ 2 എന്നുള്ളതാണ്. അതിന് വീണ്ടും ഞാൻ ടെക്സ്റ്റ് എടുത്തിട്ട് ഇവിടെ ഞാൻ എവിടെയെങ്കിലും വെച്ചൊന്ന് ടൈപ്പ് ചെയ്ത് അതിൻ്റെ പുറത്ത് വെച്ച് ടൈപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. 2 എന്ന് ടൈപ്പ് ചെയ്തു. എന്നിട്ട് ഞാൻ അതിനെയും മൂവ് ചെയ്തുകൊണ്ട് വന്ന് ഇവിടേക്ക് വെക്കുകയാണ്. സേ നോ 2 എന്ന് വെച്ചു. ഞാൻ കുറച്ചുകൂടെ ഒന്ന് വലുതാക്കുകയാണ്. ഓക്കെ, ഞാനതൊന്ന് ചെറുതായിട്ടൊന്ന് വലുതാക്കി. സേ നോ 2. അടുത്തതെന്ന് പറയുന്നത് വാർ എന്നാണ്. വാർ അത് ഞാൻ വീണ്ടും ഇവിടെ ടെക്സ്റ്റ് ടൂൾ എടുത്തിട്ട് ഞാനിവിടെ WAR എന്ന് ടൈപ്പ് ചെയ്തു. ഓക്കെ, അത് ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ കളറൊക്കെ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. സെലക്ട് ചെയ്തിട്ട് നമുക്കിവിടെ നിന്നും ഇഷ്ടപ്പെട്ട കളറ് ഇത്തരത്തിൽ ചൂസ് ചെയ്യാം. ഞാൻ ഈ ഒരു വൈറ്റ് കളർ തന്നെ ഇവിടെ ചൂസ് ചെയ്യുന്നു. വീണ്ടും ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇത്തരത്തിൽ ഇതിൻ്റെ സൈസൊക്കെ
മാറ്റം വരുത്താവുന്നതാണ്. ഓക്കെ, ഞാനിവിടെ സേ നോ ടു വാർ എന്ന് ഇവിടെ വെച്ചു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ 2 എന്നുള്ളത് മറ്റൊരു ചതുരത്തിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത് കാണിച്ചിട്ടുള്ളത്. നമുക്ക് വീണ്ടും റെക്റ്റാങ്കിൾ ടൂൾ എടുത്തിട്ട് മറ്റൊരു ചതുരം ഇവിടെ വരയ്ക്കാം. ഞാൻ ഇവിടെ ചതുരം വരച്ചു. അതിന് ഞാനൊരു കളർ ഇവിടെ നിന്ന് ചൂസ് ചെയ്യുകയാണ്. ഞാൻ തൽക്കാലം ഇവിടെ നിന്നും ഈ ഒരു കളർ ചൂസ് ചെയ്തു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ അവിടെ ചൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ചൂസ് ചെയ്തിട്ട് അതിനെ സെലക്ഷൻ ഉപയോഗിച്ചിട്ട് മൂവ് ചെയ്തുകൊണ്ടുവന്ന് 2ൻ്റെ മുകളിലേക്ക് വയ്ക്കുകയാണ്. സൈസ് ഒന്ന് കൂട്ടുന്നു. ഓക്കെ, ഇത്തരത്തിൽ നമുക്ക് കൂട്ടാവുന്നതാണ്. പക്ഷേ ആ 2 എന്നുള്ള സാധനം അങ്ങ് അടിയിലായിപ്പോയി. നമുക്ക് കീബോർഡിലെ പേജ് ഡൗൺ എന്നുള്ള ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പേജ് അപ്പ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ ഇതിനെ മുകളിലേക്ക് താഴേക്കൊക്കെ മൂവ് ചെയ്യിക്കാവുന്നതാണ്. അതായത് നമ്മുടെ ഒരു ലെയർ മുകളിലേക്ക് താഴേക്ക് മൂവ് ചെയ്യേണ്ട പേജ് അപ്പ് അല്ലെങ്കിൽ പേജ് ഡൗൺ എന്നത് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അതവിടെ ഞാൻ മൂവ് ചെയ്ത് വെച്ചു. ഓക്കെ, സേ നോ ടു വാർ എന്ന് ടൈപ്പ് ചെയ്തു. ഇനി നമുക്കിവിടെ അടുത്തൊരു ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 6 എന്നുള്ളതാണ്. ഞാനിവിടെ ഇത് സെലക്ട് ചെയ്തിട്ട് AUGR ഓഗസ്റ്റ് 6 എന്ന് കൊടുത്തു. അതിൻ്റെ കളർ ഞാൻ മറ്റൊരു കളർ കൊടുക്കുകയാണ്. ഓക്കെ, ഈ ഒരു കളർ കൊടുത്തു. എന്നിട്ട് ഞാൻ അത് മൂവ് ചെയ്ത് ഈ ഒരു ഭാഗത്തേക്ക് ഇവിടെ വയ്ക്കുകയാണ്. ഓക്കെ, ഇവിടെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഓഗസ്റ്റ് 6 എന്നുള്ളത് കഴിഞ്ഞിട്ട് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും കുറേ ആരോ മാർക്കുകൾ വന്നിട്ടുണ്ട്. ആരോ മാർക്ക് ഇടാനായിട്ടൊരു എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ ഇവിടെ ഓഗസ്റ്റ് എന്നതിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇത്തരത്തിൽ കീബോർഡിൽ ഡോട്ട് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഓഗസ്റ്റ് 6 എന്നതിൻ്റെ അവിടെയും മൗസ് കൊണ്ടുവച്ചിട്ട് അവിടെയും ഇത്തരത്തിൽ ഡോട്ടുകൾ കൊടുക്കുന്നു. ഓക്കെ, ആ ഡോട്ടുകളുടെ കളറ് വൈറ്റാണ്, അത് മാത്രം വൈറ്റാണ്. അപ്പോൾ ആ ഡോട്ടുകൾ മാത്രം ഞാൻ സെലക്ട് ചെയ്തിട്ട് ഇവിടെ നിന്നും വൈറ്റ് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലേക്കും ഡോട്ടുകൾ മാത്രം സെലക്ട് ചെയ്തിട്ട് വൈറ്റ് കൊടുക്കുന്നു. ഇനി ഞാൻ മൂവ് ടൂൾ ഉപയോഗിച്ചിട്ട് ഇതിനെ മൂവ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് വയ്ക്കുന്നു. താഴെ എന്താണ് ഹിരോഷിമ ഡേ എന്നും കൂടി എഴുതണം. ഞാനത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഹിരോഷിമ ഡേ എന്ന് കൊടുക്കുന്നു. ഹിരോഷിമ ഡേ എന്ന് ടൈപ്പ് ചെയ്തു. അതിൻ്റെ സൈസ് അത്രയും നമുക്ക് ആവശ്യമില്ല. ഞാനത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ 36 മാറ്റി ഒരു 28 കൊടുക്കുന്നു. എന്നിട്ട് വീണ്ടും മൂവ് ടൂൾ എടുത്തിട്ട് ഇതിങ്ങനെ കൊണ്ടുവന്ന് ആവശ്യമായ സ്ഥലത്തേക്ക് പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിരിക്കുന്ന ഏകദേശം ആ ഒരു രീതിക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വൃത്തിയായിട്ട് ചെയ്യുക. ഞാനിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി കുറച്ച് ഫാസ്റ്റായിട്ട് ചെയ്ത് കാണിക്കുന്നതാണ്. ഓക്കെ, കഴിഞ്ഞു. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഹിരോഷിമയുടെ ഒരു പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന പോസ്റ്റർ തയ്യാറാക്കുക. ഇനി നമുക്ക് സേവ് ചെയ്യണം. നേരെ ഫയലിനകത്തേക്ക് പോവുക. അവിടെ ഹോമിനകത്ത് എക്സാം 10 എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഉപയോഗിച്ച് സേവ് ചെയ്യുക. ആ രീതിക്കാണ് എക്സാമിൻ്റെ ടൈമിൽ ചെയ്യേണ്ടത്. അതിപ്പോൾ ഞാൻ കാണിക്കുന്നില്ല. ഫയലിൽ പോവുക, അവിടെ സേവ് ആസ് കൊടുത്തിട്ട് സേവ് ചെയ്താൽ മതി.